തിരുവനന്തപുരത്തെ ഒരു അപൂർവ കാഴ്ചയായിട്ട് പലരും കരുതുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരത്തുള്ള മേത്തമണിയെയാണ്. അതായത് മണിക്കൂറുകൾ മാറി മാറി വരുമ്പോൾ ആ മണിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു വിചിത്ര മനുഷ്യരൂപം, ആ മനുഷ്യരൂപത്തിനെ രണ്ട് മുട്ടനാടുകൾ വന്ന് ഇടിക്കും. അപ്പോൾ ആ മനുഷ്യരൂപം വാ പൊളിച്ച് കരയാൻ തുടങ്ങുന്നത് പോലെ കാണിക്കും. 1 മണിയാണെങ്കിൽ ഒരു തവണ, 12 മണിയാണെങ്കിൽ ഇത് 12 തവണ വാ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ഈ മണി ആരുടെ കാലത്താണ് തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകത്തെ ഈ മന്ദിരത്തിൽ വന്നത്? ഈ മന്ദിരത്തിൻ്റെ പേരെന്താണ്? ഈ മണി കഴിഞ്ഞ ഇത്രയും കാലം, ഏതാണ്ട് 270 വർഷത്തോളം കാലമായിട്ട് ഇതിങ്ങനെ നിർത്താതെ നിലയ്ക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് അന്വേഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഒരു വലിയ മാറ്റമായിരുന്നു കേരളത്തിലും തിരുവിതാംകൂറിലും ഈ സമയത്തെപ്പറ്റി ഈ പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം ഉണ്ടായത്. ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് കേരളത്തിലെ നാടുവാഴികളാണെങ്കിലും കേരളത്തിലെ ജനവിഭാഗങ്ങളാണെങ്കിലും നാഴിക വിനാഴിക എന്നാണ് സമയത്തെ വിഭജിച്ചിരുന്നത്. ഈ നാഴികയ്ക്കും വിനാഴികയ്ക്കും പകരം മണിക്കൂർ, അവർ, മിനിറ്റ്, സെക്കൻഡ്, ഈ നിലയിലുള്ള ഒരു വിഭജന ക്രമം വരുന്നത് പോർച്ചുഗീസുകാർക്ക് ശേഷമാണ്. പോർച്ചുഗീസുകാർ ഇവിടെ അവരുടെ ഉപയോഗത്തിനായിട്ട് പോക്കറ്റ് വാച്ചുകൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ കൊച്ചിയുമായിട്ട് ചേർന്ന് സാമൂതിരിയുടെ സൈന്യത്തിനെതിരായിട്ട് പോർച്ചുഗീസുകാർ യുദ്ധം ചെയ്യുന്നു. ആ സമയത്തൊക്കെ അവർ നാഴികമണി, പോക്കറ്റ് വാച്ച് അപൂർവമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1662 ആകുമ്പോഴേക്കും പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. പകരം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൻ്റെ തീരങ്ങളിൽ അവർക്ക് പ്രാബല്യമുണ്ടായി. ആ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു. ആ കൊച്ചിയിൽ അക്കാലത്ത് അവർ ഇറക്കുമതി ചെയ്തിരുന്ന പല സാധനങ്ങളുടെയും കൂട്ടത്തിൽ ഒന്ന് മണികളായിരുന്നു, ക്ലോക്കുകളായിരുന്നു. ഈ ക്ലോക്കുകൾ അന്നത്തെ രാജാക്കന്മാർ വിലയ്ക്ക് വാങ്ങിച്ചിരുന്നു, പ്രഭുക്കന്മാർ വിലയ്ക്ക് വാങ്ങിച്ചിരുന്നു. ഇന്ന് മാത്രമല്ല, ഈ ക്ലോക്ക് ചലിപ്പിക്കുന്ന വിദ്യ, സാങ്കേതിക വിദ്യ കേരളത്തിലെ വളരെ വിദഗ്ധന്മാരായ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത് പഠിക്കുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ മാർത്താണ്ഡവർമ്മ ആണ് ആദ്യമായിട്ട് താൻ താമസിക്കുന്ന ഒരു കൊട്ടാരത്തിൽ ഒരു കൗതുകം, ഒരു മണി എന്നാണ് അന്നത്തെ പേര്, കൗതുകമണി, ഒരു കൗതുകമണി വേണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ പത്മനാഭപുരം കൊട്ടാരത്തിൽ അദ്ദേഹം ഒരു ക്ലോക്ക് ടവർ ഉണ്ടാക്കി. ആ ക്ലോക്ക് ടവറിൽ ഒരു ക്ലോക്ക് വെച്ച് പിടിപ്പിച്ചു. ആ ക്ലോക്ക് വെച്ച് പിടിപ്പിക്കുന്നത് നാട്ടുകാരനായ കൊല്ലപ്പണിക്കരാണ്. പക്ഷേ അതിൻ്റെ യന്ത്ര സാമഗ്രികൾ കൊണ്ട് ഇറക്കുമതി ചെയ്തതാണ്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അത് പക്ഷേ അസംബിൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരു മെയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് നമുക്ക് പത്മനാഭപുരത്തെ ഈ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തലസ്ഥാനം പത്മനാഭപുരത്താണ്. എങ്കിലും
പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുലദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. എന്ന് മാത്രമല്ല 1750 ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം വരികയാണ്. 1750 തൃപ്പടിദാനം നടക്കുന്നു. അങ്ങനെ തൃപ്പടിദാനമൊക്കെ നടന്നു കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവകാലം, പൈങ്കുനി എന്നും അൽപ്പശി എന്നും പേരിൽ അറിയപ്പെടുന്ന തുലാമാസത്തിലെയും മീനമാസത്തിലെയും ഉത്സവങ്ങൾ, ഈ ഉത്സവകാലത്ത് മുഴുവൻ രാജാവ് തിരുവനന്തപുരത്ത് താമസിക്കും. അങ്ങനെ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അക്കാലത്ത് അദ്ദേഹം ഒരു ക്ലോക്ക് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുകയാണ്. എന്നാൽ ഇതൊരു സാധാരണ ക്ലോക്കായിരുന്നു. ഈ സാധാരണ ക്ലോക്കിൽ ഈ ആടുകളെയും അതുപോലെ വാതുറക്കുന്ന മനുഷ്യ ശിരസും ഘടിപ്പിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ ഈ രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്, മേത്തനെയും കിടാങ്ങളെയും കൊച്ചിയിൽ പോയി വാങ്ങി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേത്തനെയും കിടാങ്ങളെയും എന്ന് പറയുന്നത് അത് ചെമ്പിലുണ്ടാക്കിയ ശിരസിൻ്റെ രൂപമാണ്, അത്രയേ ഉള്ളൂ. കിടാങ്ങൾ എന്ന് പറയുന്നത് ആടുകൾ. ഈ ആടുകളെയും 1770 അദ്ദേഹം വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നു. ഇതൊരു യാദൃച്ഛികമായ ഒരു 1770 ഉദ്യോഗസ്ഥന്മാർ കൊച്ചി കോട്ടയിൽ പോയി ഡച്ചുകാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നത്. കൊല്ലവർഷം 945. പിന്നെ ഇത് അസംബ്ലി ചെയ്യുന്നതിനൊക്കെ നാട്ടുകാരായ കൊല്ലപ്പണിക്കന്മാരുടെ സഹായം ലഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെയ്യപ്പൻ എന്ന് പറയുന്ന ആശാരിയുടെ കുടുംബാംഗമായ ഒരു കുഞ്ഞൻ എന്ന് പറയുന്ന ആള്, ഒരു മാടുമേസ്തിരി എന്നൊക്കെ പറയുന്ന, അവരെല്ലാം ആ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. ആ മേസ്തിരിമാരുടെ കുടുംബത്തിൽപ്പെട്ടവർക്കാണ് ഈ ക്ലോക്കിൻ്റെ മെയിൻ്റനൻസിനുള്ള അവകാശം രാജാവ് കൊടുക്കുന്നത്. ഈ 1770 എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇതെന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? ഇതിനകത്ത് ഒരു ഹിഡനായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നുണ്ടോ? ഇതൊക്കെയാണ് അടുത്തതായിട്ട് ആലോചിക്കാൻ ഉള്ളത്. വാസ്തവത്തിൽ ഇതിനകത്ത് ഈ മണിയുടെ ഔദ്യോഗികമായ നാമം എന്ന് പറയുന്നത് മേത്തൻ മണി എന്നല്ല, കൗതുക മണി എന്നാണ്. രേഖകളിലെല്ലാം തന്നെ കൗതുക മണി എന്നേ പറയുന്നുള്ളൂ. പക്ഷേ മനുഷ്യരൂപം എന്ന് പറയുന്നത് മേത്തൻ എന്ന് കൃത്യമായി പറയുന്നുണ്ട് രേഖയിൽ. അപ്പോൾ ഈ മേത്തൻ മണി എന്നുള്ള പേര് തന്നെ വാസ്തവത്തിൽ മുറജപത്തിന് വരുന്ന, അതായത് 6 വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കാറുണ്ട്. ആ മുറജപത്തിന് മധ്യ കേരളത്തിൽ നിന്ന് നമ്പൂതിരിമാർ, തൃശ്ശൂർ യോഗത്തിൽപ്പെട്ടതും തിരുനാവായ യോഗത്തിൽപ്പെട്ടതുമായ നമ്പൂതിരിമാരാണ് വരുന്നത്. 56 ദിവസം അവർ തിരുവനന്തപുരത്ത് താമസിച്ച് വേദം ചൊല്ലും. അപ്പോൾ ആ നമ്പൂതിരിമാരാണ് ഇതിന് വടക്കൻ ദിക്കുകളിലും മധ്യ കേരളത്തിലും ഇതിന് മേത്തൻ മണി എന്ന് പറയുന്ന പേര് പ്രചാരത്തിൽ കൊണ്ടുവന്നത് അവരാണ്. അവർ ഇതിനെക്കുറിച്ച് ചിലർ കവിത എഴുതി, ചില ആളുകൾ കഥയുണ്ടാക്കി, അങ്ങനെ പല സംഭവങ്ങളും അതിനെപ്പറ്റി ഉള്ളതായിട്ട് നമുക്ക് അറിയാം. ഫോക്ലോറുകൾ ഉണ്ട്. ഇതിലെ മേത്തൻ എന്ന് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ടിപ്പു സുൽത്താനെ ആണോ? ആണെന്ന് എവിടെയും പറയുന്നില്ല. ഒരു രേഖയിലും ഇതിനകത്തെ മേത്തൻ മണിയിലെ ഈ മണിക്കൂറുകൾ ഇടവിട്ട് വാതുറന്ന് കരയുന്ന മനുഷ്യരൂപം ടിപ്പു സുൽത്താനാണെന്ന് പറയുന്നില്ല. പക്ഷേ ജനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ചു കൊള്ളട്ടെ എന്ന ഒരു മനോഭാവം ഈ രൂപം സ്ഥാപിച്ചവർക്ക് ഉണ്ടായിരുന്നു.
അത് ഞാൻ പറയുന്നത് അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ടിപ്പുവിൻ്റെ സൈന്യത്തിന് തുല്യമായ ഒരു സൈന്യം അന്ന് തിരുവിതാംകൂറിനില്ല. തിരുവിതാംകൂറിന് 50,000-ഓളം കാലാൾപ്പട അന്നുണ്ട്. പുള്ളിപ്പട്ടാളം എന്ന് പറയുന്ന ഒരു പട്ടാളവും നമുക്കുണ്ട്. യൂസ്റ്റേഷ്യസ് ഡി ലെനോയുടെ സുശിക്ഷിതമായ ശിക്ഷണത്തിൽ നല്ല സൈന്യമുണ്ട്. പക്ഷേ ആ സൈന്യത്തിനൊന്നും ഈ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തോട് മത്സരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഫ്രഞ്ച് സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ലാലി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹം മുസ്ലിമാണ്, ഫ്രാൻസുകാരനാണ്. അദ്ദേഹമാണ് ടിപ്പുവിൻ്റെ സൈന്യത്തെ നയിച്ചിരുന്നത്. നമുക്കറിയാം, ഈ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിക്കുന്നത്, അതായത് ഒരു യുദ്ധത്തിൽ ഒരു റോക്കറ്റ് ഉപയോഗിക്കുന്നത് ടിപ്പുവിൻ്റെ സൈന്യമാണ്. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈന്യമാണ്. അപ്പോൾ ആ സൈന്യത്തോട് പൊരുതുന്ന തിരുവിതാംകൂർ പട്ടാളത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുവാനുള്ള ഒരു നടപടിയായിരുന്നു ഈ മേത്തൻ മണി എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഞാൻ ഇതിനെ ഒരു യുദ്ധ സ്മാരകമായിരിക്കുമോ എന്ന് അന്വേഷിച്ചു. ഒരിക്കലുമല്ല. അങ്ങനെയൊരു തിരുവിതാംകൂർ സൈന്യത്തിന് ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തെ താൽക്കാലികമായി പരാജയപ്പെടുത്താൻ സാധിച്ചു എങ്കിലും തൊട്ടടുത്ത വർഷം തന്നെ അവർ കോട്ട മുറിക്കുകയും തിരുവിതാംകൂറിലേക്ക് കടക്കുകയും ആലുവ വരെ എത്തുകയും അവിടുത്തെ ദേവാലയങ്ങളും ഒക്കെ കൊള്ളയടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കലും ടിപ്പുവിൻ്റെ സൈന്യത്തിനോട് കിടപിടിക്കാവുന്ന ഒരു സൈന്യമായിരുന്നില്ല അന്ന് തിരുവിതാംകൂറിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് തിരുവിതാംകൂർ സഹായം അഭ്യർത്ഥിച്ചത്. മാത്രമല്ല, സബ്സിഡിയറി അലയൻസിലെ ഒരു പങ്കാളിയായിട്ട് അവർ ചേർന്നത്. 1700 അവരുടെ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാവുകയും നമ്മുടെ അബ്സല്യൂട്ട്സ് ആയിട്ടുള്ള സോവറിനിറ്റി, അതിനകത്ത് സ്വാതന്ത്ര്യം നമ്മൾ സറണ്ടർ ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. അതെല്ലാം നമ്മൾ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിനോട് കിടപിടിക്കുന്ന ഒരു സൈന്യം നമുക്കില്ല എന്ന ബോധത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള സൈന്യത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് നമുക്ക് പത്മനാഭൻ്റെ കൃപയുണ്ടെങ്കിൽ ടിപ്പുവിൻ്റെ സൈന്യത്തെയും നമുക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന ഒരു സന്ദേശം വ്യംഗ്യമായി നൽകുവാൻ, പരസ്യമായി പറയുന്നില്ല, വ്യംഗ്യമായി നൽകുവാൻ മേത്തൻ മണിയെ ഒരു പ്രതീകമായിട്ട്, ഒരു മെറ്റഫറായിട്ട് ഉപയോഗിച്ചു എന്നാണ് എൻ്റെ വാദം.